ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പെസഹകാലത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു ഭാഗത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിനെന്ന്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയാണെങ്കിൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇപ്രകാരം സ്നേഹത്തിൻ്റെ കൽപ്പനയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് സംസാരിക്കുന്നത്. വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ഈ ലോക ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. ഒന്ന്, പ്രാർത്ഥിക്കുക. രണ്ട്, സ്നേഹിക്കുക. ദൈവവുമായി ഐക്യത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് മറ്റുള്ളവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുവാൻ സാധിക്കും എന്നാണ് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് സ്നേഹത്തിൻ്റെ അകക്കാമ്പ്? പലപ്പോഴും സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വാഴ്ത്തി പുകഴ്ത്താറുണ്ട്, എന്നാൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നും നമ്മൾ അകന്നു പോകാറുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ ഒരു നവവൈദികൻ ആദ്യമായി ഒരു ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യത്തെ ഞായറാഴ്ച എന്ത് പ്രസംഗിക്കണം എന്നോർത്ത് അദ്ദേഹം ആ കമ്മ്യൂണിറ്റിയിൽ നിലനിന്നിരുന്ന ഡ്രഗ് മാഫിയയ്ക്കെതിരെ സംസാരിക്കാൻ തീരുമാനിച്ചു. തൻ്റെ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഏതാനും വ്യക്തികൾ വൈദികൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇപ്രകാരം ഞങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്. പിറ്റേ ഞായറാഴ്ച നവവൈദികൻ വിചാരിച്ചു ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ലൈംഗിക അരാജകത്വത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന്. ലൈംഗിക തൊഴിലാളികൾക്കെതിരെ അച്ഛൻ ശക്തമായി തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ അച്ഛൻ്റെ ചുറ്റും കൂടി ഞങ്ങൾക്കെതിരെ മോശമായി പറയരുത് എന്ന് അച്ഛനോട് ആക്രോശിച്ചു. വീണ്ടും അദ്ദേഹം സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൻ്റെ പ്രസംഗത്തിലൂടെ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴെല്ലാം ഏതാനും ആളുകൾ വന്ന് അദ്ദേഹത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും അവസാനം അച്ഛൻ വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, ദൈവസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്രകാരം അദ്ദേഹം ഒരു ഞായറാഴ്ച ദൈവസ്നേഹത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു പ്രസംഗം നടത്തി. എല്ലാവരും കൈയടിച്ചു. ആരും തന്നെ അച്ഛനെതിരെ സംസാരിക്കാൻ വന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒന്നായിട്ടാണ് കണക്കാക്കുക. എന്നാൽ യേശുനാഥൻ സ്നേഹത്തിന് ഒരു നിർവചനം കൊടുക്കുകയാണ് ഇവിടെ. എൻ്റെ നിയമം പാലിക്കുന്നവരാണ് സ്നേഹത്തിൽ നിലനിൽക്കുകയെന്ന്. നിയമത്തിലൂടെ സ്നേഹത്തിന് ഒരു പുതിയ ഫോം യേശുനാഥൻ നൽകുകയാണ്. ഇപ്രകാരം യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് കോൺക്രീറ്റായിട്ട് വരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായി ഏത് നിയമം എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാ നിയമങ്ങളെയും പൂർത്തീകരിക്കുന്ന, എല്ലാ നിയമങ്ങൾക്കും പകരമായി നിൽക്കുന്ന, എല്ലാ നിയമങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന സ്നേഹത്തിൻ്റെ നിയമത്തെക്കുറിച്ചാണ് യേശുനാഥൻ പറയുക. പഴയ നിയമത്തിൽ കല്ലുകളിൽ കോറിയിട്ട 10 കൽപ്പനകൾ മോശ വഴിയായിട്ട് ദൈവം നൽകിയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ കോറിയിടപ്പെടുന്ന സ്നേഹത്തിൻ്റെ നിയമത്തെക്കുറിച്ചാണ് യേശുനാഥൻ പറയുക. ഇപ്രകാരം സ്നേഹത്തിൻ്റെ നിയമം കാത്തുപാലിക്കുന്ന വ്യക്തികളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. നിയമവും സ്നേഹവും 2 കൺസെപ്റ്റുകളാണ്, 2 വ്യത്യസ്തങ്ങളായ വികാരങ്ങളാണ്. ഇവ രണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നാൽ ഇവിടെ യേശുനാഥൻ നമുക്ക് പറഞ്ഞു തരിക, നിയമത്തിലൂടെ സ്നേഹത്തിന് ഒരു പുതിയ രീതി നൽകപ്പെടുന്നു എന്നുള്ളതാണ്. എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന് യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്, ദൈവത്തോടും സഹോദരരോടുമുള്ള സ്നേഹത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമുക്കാകട്ടെ. ഓർമ്മകളിലാണ് എപ്പോഴും സ്നേഹം വളരുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള ഓർമ്മകളിൽ നിറഞ്ഞു ജീവിക്കുവാൻ നമുക്കാകട്ടെ. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ നിർവഹിച്ച രക്ഷാകര കർമ്മത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന രക്ഷയിലേക്ക് നടന്നെടുക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം
ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞ് എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ജീവിക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരന്മാർ നമുക്കായി നൽകുന്ന നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടമായ രൂപമാണ് യേശുവിൻ്റെ ജീവിതം. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക സ്നേഹത്തിൻ്റെ വിവിധ വശങ്ങളാണ്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത ലവ് ഫസ്റ്റ് എന്നുള്ളതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, മറിച്ച് നമ്മൾ പാപികളായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പ്രിയസുതനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു എന്നതിലാണ് യഥാർത്ഥ സ്നേഹമിരിക്കുന്നത് എന്ന്. ഇപ്രകാരം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാൻ നമുക്കാകട്ടെ. ലവ് ഫസ്റ്റ്. നമ്മൾ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ കണ്ടിട്ടല്ല അവരെ സ്നേഹിക്കേണ്ടത്, മറിച്ച് സ്നേഹിക്കുക എന്ന പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്രകാരം യാതൊരു ഉപാധികളുമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്കാകട്ടെ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ലവ് എവരി വൺ എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. നമ്മളെ ദ്രോഹിക്കുന്നവരെയും നമ്മളെ വെറുക്കുന്നവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും ഒരേപോലെ സ്നേഹിക്കുവാൻ നമ്മൾക്കാകുക. നമ്മളായിരിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരുടെ വലയത്താൽ മാത്രമല്ല, മറിച്ച് നമ്മളെ ദ്രോഹിക്കുന്നവരും നമ്മളെ രൂപപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം എല്ലാ തലത്തിലും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നമുക്കാകട്ടെ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ലവ് യുവർ എനിമീസ് എന്നുള്ളതാണ്. ശത്രുക്കളെ സ്നേഹിക്കുക. നമ്മളെ ദ്രോഹിക്കുന്നവരോട് നമ്മൾ എപ്പോഴും കരുണയുള്ളവരായിരിക്കുക, അവരെ സ്നേഹിക്കുക എന്ന വലിയ സന്ദേശമാണ് യേശുവിൻ്റെ ജീവിതം വഴിയായി ദൈവസ്നേഹം നമുക്ക് നൽകിക്കൊണ്ട് യേശു നമ്മോട് കാണിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ലവ് ഗിവിങ് യുവർ ലൈഫ്. ജീവിതം കൊടുത്തുകൊണ്ട് സ്നേഹിക്കുക. നമ്മുടെ ഒരു വ്യക്തിയോടുള്ള സ്നേഹം അളക്കപ്പെടുന്നത് നമ്മൾ എന്തുമാത്രം ത്യാഗം ആ വ്യക്തിക്ക് വേണ്ടി എടുക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്രകാരം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്കാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ കുടുംബത്തിലും, ജോലി മേഖലകളിലും, മറ്റെല്ലായിടങ്ങളിലും ഇപ്രകാരം ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്നേഹത്തിൽ വളരുവാൻ നമുക്കാകട്ടെ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലവ് ഇൻ സർവീസ് എന്നുള്ളതാണ്. യേശുനാഥൻ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃക സേവനത്തിൻ്റെ മാതൃകയാണ്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സേവനത്തിൻ്റെ മാതൃക യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ചു. ഇപ്രകാരം എല്ലാവരുടെയും ദുഃഖത്തിലും കണ്ണുനീരിലും നമ്മൾ അവരോട് കൂടെയായിരുന്നുകൊണ്ട് സേവനത്തിൻ്റെ ഒരു മാതൃകയിലൂടെ നമുക്ക് സ്നേഹത്തിൽ മുന്നേറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം ഈ ആഴ്ചയിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ സ്നേഹത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ കൽപ്പനയിൽ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വളരുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.